Hello, good morning. Hello. Oh, no, morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. വേറെ ക്ലാസ്സിലായിരുന്നു. ക്ലാസ്സിൽ നിന്ന് കൂടി വന്നതാ. പോയി. സോറി. വായിച്ചൊക്കെ നോക്കിയോ എല്ലാവരും? ആ ഹലോ, ഇന്നല്ലല്ലോ കുറവാണോ? Yes, ma'am. ആ വായിച്ചു. Yes. എവിടെ വരെ വായിച്ചു നിങ്ങള്? നമ്മളെവിടെ വരെ എടുത്തേന്ന് ഓർമ്മയുണ്ടോ? ഇനി എടുക്കേണ്ടത് പേഷ്യന്റ് ടേൺ ഓവർ. പേഷ്യന്റ് ടേൺ ഓവർ അവിടെ വരെ നിങ്ങളൊക്കെ വായിച്ചു നോക്കി മനസ്സിലാക്കിയില്ലേ? യെസ് മാം. അപ്പൊ പേഷ്യന്റ് ടേൺ ഓവർ. മാം ഇനി വിഷുവിന് എത്ര ദിവസം ഹോളിഡേ ഉണ്ടാവും മാം? വിഷുവിനാ നിങ്ങൾ ചോദിച്ചില്ലേ? ഇല്ല, ചോദിച്ചില്ല. ഇല്ല. അതിനൊപ്പം ഇങ്ങനെ പെസഹ വ്യാഴം ദുഃഖവെള്ളിയൊക്കെ വരുന്നുണ്ട്. ആ വീക്ക് ഫുള്ള് ഹോളിഡേ ഉണ്ടാവോ? എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ അവധി തരുമോ ചോദിക്കി, ഓഫീസിൽ വിളിച്ച് ചോദിക്കും നിങ്ങൾ. ഓക്കെ മാം. എല്ലാം കൂടി ഒരുമിച്ചിട്ടാണോ അതെങ്ങനെയാന്ന് നിങ്ങൾ ചോദിച്ചാലേ അതിന് എന്തെങ്കിലും കറക്റ്റ് ഇൻഫോർമേഷൻ വരുള്ളൂ. ഓക്കെ, സ്റ്റുഡൻസ് നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ ചോദിക്കാം. മാമിനോട് ചോദിക്കാനായിട്ട് ആരെങ്കിലും റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒന്ന് ചോദിച്ചോ. കുഴപ്പമില്ല. നിങ്ങൾ ചോദിക്കുമ്പോ അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് പേഷ്യന്റ് ടേൺ ഓവർ തുടങ്ങിയാണ് പഠിക്കേണ്ടത്, വായിക്കേണ്ടത്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താ പറയാ, വെൻ ഡിസാസ്റ്റർ ഒക്കേഴ്സ്, നമുക്കറിയാം ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന സമയത്തല്ല, അതിന് മുമ്പേ തന്നെ അല്ലെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് കുറെ കാര്യങ്ങൾ വെക്കണം. എല്ലാ പ്ലാനിങ്ങിലും എന്താ പറയാ, എല്ലാ പ്ലാനിങ്ങും പ്രോപ്പർ ആയിട്ട് ഉണ്ടായി അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രമാണ് ഡിസാസ്റ്ററിനെ നമുക്ക് നല്ല രീതിയിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇഫക്റ്റീവ് ആയിരുന്ന രീതിയിൽ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതർ ടൈംസ് അല്ലെങ്കിൽ മറ്റ് രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക്
എന്ത് ചെയ്യേണ്ടി വരും, ഒരുപാട് ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടും. അതുപോലെ തന്നെ പല പ്രോബ്ലംസും അതനുസരിച്ച് ഫേസ് ചെയ്യേണ്ടി ആയിട്ട് വരും അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി പേഷ്യന്റ് ടേൺ ഓവറാണ്. ഇനി പേഷ്യന്റ് ടേൺ ഓവർ ആ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നതിന് അവിടെ ഒരു വേർഡ് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പ്രോബബിളി എന്നാകണേ, പ്രോബബിളി. PR ആണ്. PR മാറി അവിടെ എന്തോ F എന്തോ കിടക്കുന്നുണ്ട്. ഒന്ന് സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തേക്കണം കേട്ടോ, പ്രോബബിളി. അപ്പോ ഈ വെനെവർ ഡിസാസ്റ്റേഴ്സ് ഒക്കെ, ഈ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈമില് ഇടയ്ക്കിടയ്ക്ക് ദാറ്റ് മീൻസ് ഫ്രീക്വന്റ്ലി ദേ ഹാവ് ടു ടേക്ക് ദ ബെഡ് സെൻസസ്. ഈ എന്താ പറയാ അവരുടെ ഹോസ്പിറ്റൽസിലെ ബെഡ് സെൻസസ് ഒന്ന് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണെന്നറിയാമോ, അതായത് ഇപ്പൊ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഒരുപാട് പേഷ്യൻസിന്റെ ഒരു ഇൻഫ്ലക്സ് ഉണ്ടായിരിക്കും അല്ലെ, കാഷ്വാലിറ്റി പേഷ്യൻസിന്റെ ഇൻഫ്ലക്സ് ഉണ്ടായിരിക്കും. അപ്പൊ ട്വൈസ് എ ഡേ, ഒരു ദിവസത്തിൽ തന്നെ 2 പ്രാവശ്യമൊക്കെ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ദേ ഹാവ് ടു ടേക്ക് ഔട്ട് ദ സെൻസസ് ഓഫ് ബെഡ് പേഷ്യൻസ്. അതായത് ഇൻപേഷ്യന്റ് ആയിട്ടുള്ള ബെഡിൽ ഓൾറെഡി ഓക്യുപൈഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഒക്കെ എണ്ണമൊക്കെ അവർ കൃത്യമായിട്ട് എടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിറ്റർമിൻ the number of patients, those who have to be discharged immediately. അതായത് പെട്ടെന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയ പേഷ്യൻസ് ഉണ്ടോ അല്ലെ. എന്താ അങ്ങനെ, എന്തിനാ അങ്ങനെ നോക്കണേ? കാരണം whenever new patients are coming to the hospital due to the disaster, ഇത്തരം ഡിസാസ്റ്ററുകൾ ഉണ്ടായി കഴിയുമ്പോൾ ആ ഒരു ഒത്തിരി ആളുകളുടെ കാഷ്വാലിറ്റി പേഷ്യൻസിന്റെ ഒരു എന്താ പറയാ ഒരു ഒഴുക്ക് ഹോസ്പിറ്റൽസിലേക്ക് ഉണ്ടാകും. എന്ത് പറ്റും, നമ്മുടെ ഇവിടെയുള്ള ഇൻപേഷ്യൻസിനെ കുറെ പേരെയൊക്കെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ നമുക്ക് അവിടെ ഒക്യുപൈ ചെയ്യാൻ പറ്റും അല്ലെ. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോകണോ, കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ തന്നെ പറ്റുമോ, ഇതൊക്കെ ഡിസൈഡ് ചെയ്യാനാണ് they have to take the bed census. അതാണ് പറഞ്ഞേക്കുന്നത്, മനസ്സിലായോ? പേഷ്യൻസിന്റെ ബെഡ് സെൻസസ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് വൺസ് ഇൻ ട്വൈസ് ഇൻ എ ഡേ, ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ നോർമൽ ടൈംസിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇടയ്ക്കോ അങ്ങനെ ഇതൊക്കെ ചെക്ക് ചെയ്ത് അവിടെ തന്നെ ഓക്യുപൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അടുത്ത ഹോസ്പിറ്റൽസിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഏർലി എന്താ പറയാ ഒരു റിവ്യൂ സിസ്റ്റം അവിടെ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കണം. ഇതിനു വേണ്ടിയിട്ട് കാഷ്വാലിറ്റീസിന്റെ നമ്പർ എടുക്കാനും എവിടെയൊക്കെ ഏതൊക്കെ ലെവലിലാണ് ഇവർക്ക് കെയർ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏതെങ്കിലും എന്താ പറയാ വീടുകളോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും സ്ഥലത്ത് അവരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ, മറ്റ് ഏരിയാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഇത്തരം പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി മാറ്റേണ്ട വല്ല പേഷ്യൻസ് ഉണ്ടോ, ഇതൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബെഡ് സെൻസസ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് there should be a review system. അത്തരം കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്ത് ആ ഒരു കാര്യങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി ഒരു സിസ്റ്റം കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഡിസ്ചാർജ് ചെയ്യേണ്ട പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഷെഡ്യൂൾ, ഒരു പട്ടികയൊക്കെ തയ്യാറാക്കി ആംബുലേറ്ററി സർവീസസ് കൊടുക്കണോ, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് അവരെ ഓക്യുപൈ ചെയ്യണോ, പെട്ടെന്ന് ഇവാക്യുവേറ്റ് ഒഴിപ്പിക്കണോ, വെദർ ദേ ക്യാൻ ലീവ് ദ ഹോസ്പിറ്റൽ, പെട്ടെന്ന് അവരെ ലീവ് ചെയ്യിപ്പിക്കണോ, ആൻഡ് ഓൾസോ ദാറ്റ് ബെഡ്സ് ക്യാൻ ബി ഗിവ് അപ് ടു മോർ ക്രിട്ടിക്കൽ ഇൽ പേഷ്യൻസ്. അതായത് കൂടുതൽ ഇൽ ആയിട്ടുള്ള ക്രിട്ടിക്കൽ സ്റ്റേജസിലുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് അത്തരം ബെഡുകളൊക്കെ എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവരെ ഒഴിവാക്കിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബെഡ് സെൻസസ് ഒക്കെ എടുക്കുന്നത്. അതൊക്കെ നമുക്ക് അറിയാലോ അല്ലെ. ഇതൊക്കെ നമുക്ക് എന്താ പറയാ, ഇതൊക്കെ അവർ പറഞ്ഞില്ലെങ്കിൽ കൂടി ഈ കാര്യങ്ങൾ ഇവിടെ ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ കൂടി നമുക്കറിയാം. അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകണമല്ലോ. കാരണം എന്താ, ഹോസ്പിറ്റൽസിൽ ഇത്രയും ഇൻപേഷ്യൻസിനെ പെട്ടെന്ന് ഡിസാസ്റ്ററിൽ വരുന്ന പേഷ്യൻസിനെ കൂടുതൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ ബെഡുകളും അല്ലെങ്കിൽ അവിടുത്തെ വാർഡുകളിലും ഓൾറെഡി പേഷ്യൻസ് ഓൾറെഡി ഓക്യുപൈഡ് ആയിരിക്കും. അപ്പൊ അവിടെ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇവിടേക്ക് ഇവാക്യുവേറ്റ് ചെയ്ത് പുതിയ പേഷ്യൻസിനെ നമുക്ക് അവിടെ കേൾക്കാൻ പറ്റണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് അതിനൊരു റിവ്യൂ സിസ്റ്റം അതിന് വേണ്ടി നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ ഒരു പാരഗ്രാഫിൽ. ക്ലിയർ ആയോ? More critical patients have to be occupied by giving up the beds of patients. ഹോസ്പിറ്റലിൽ അന്നേരമുള്ള ഇൻപേഷ്യൻസിന്റെ ബെഡ് ഗിവ് അപ്പ് ചെയ്ത് ഇത്തരം ക്രിട്ടിക്കൽ പേഷ്യൻസിനെ നമ്മൾ ഓക്യുപൈ ചെയ്യണം. ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു ചെറിയ പാരഗ്രാഫ്, പേഷ്യന്റ് ടേൺ ഓവർ എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. പ്രോബബ്ലി എന്നുള്ള സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ആക്കിയേക്കണേ. ഓക്കെ,
ഇനി നെക്സ്റ്റ് വൺ എന്താണ്? ഡിസ്ചാർജ് പ്രൊസീജിയർ. അതായത് നമ്മൾ പറഞ്ഞു നേരത്തെ കുറെ അധികം പേഷ്യൻസിനെയൊക്കെ പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് ന്യൂ ക്രിട്ടിക്കൽ പേഷ്യൻസിനെ നമുക്ക് ഓക്യുപ്പൈ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ അതിനുള്ള സ്കെഡ്യൂൾ ഒക്കെ തയ്യാറാക്കണം പറഞ്ഞിരുന്നു അല്ലെ. ആൻഡ് ദിസ് ഡിസ്ചാർജ് പ്രൊസീജിയർ ഷുഡ് ബി സ്ട്രീം ലൈൻഡ് വെൽ. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ഒക്കെ പട്ടികപ്പെടുത്തിയിട്ട് വേണം. അത് മാത്രമല്ല ഒരു സിംപ്ലിഫൈഡ് മാനറിൽ ടു ഹാൻഡിൽ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ്. കാരണം കൂടുതൽ പേഷ്യൻസിനെ ചിലപ്പോൾ നമുക്ക് ഡിസ്ചാർജ് ചെയ്യേണ്ടി വരും, ഇൻപേഷ്യൻസ് ആക്കേണ്ടി വരും. അപ്പൊ അറ്റ് ഷോർട്ട് നോട്ടീസ് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട പേഷ്യൻസിന്റെ ആ ഒരു സ്കെഡ്യൂൾ ഒക്കെ തയ്യാറാക്കിയിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ അവരെ നോട്ടിഫൈ ചെയ്യണം. കാരണം ഇന്ന പേഷ്യൻസിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുകയാണ്. ബിക്കോസ് ഓഫ് ദ ഡിസാസ്റ്റർ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു ലിസ്റ്റ് നേരത്തെ കൂടി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് there should be a team of 2 or 3 doctors. ഒരു ടീം, ഒരു 2-3 ഡോക്ടേഴ്സിന്റെ ഒരു ടീം എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മേക്കിംഗ് സം ഡിസിഷൻസ്. അവർക്ക് പല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, ഡിസ്ചാർജ് ഡോക്യുമെന്റേഷൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് they have to be given some follow checkup അല്ലെ. ഒരു ചെക്കപ്പ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ്. അതിനകത്ത് ഒരു ടീം എന്ന് പറയുമ്പോൾ 2-3 ഡോക്ടേഴ്സ് ഒക്കെ മതി. അപ്പൊ അവര് അത് പെട്ടെന്ന് തന്നെ അവർ തയ്യാറാക്കി ഈ പറയുന്ന ആളുകളാണ് അവരുടെ ഡോക്യുമെന്റേഷൻ ഒക്കെ തയ്യാറാക്കി ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പൊ അതും ഒക്കെ നേരത്തെ കൃത്യമായിട്ട് അതെന്ത് ചെയ്യണം? സ്ട്രീം ലൈൻ ചെയ്ത് പ്രത്യേകം ഡിസ്ചാർജ് പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണം എന്നാ പറഞ്ഞേക്കണേ. ആൻഡ് ഓൾസോ കാഷ്വാലിറ്റീസ് ആ സമയം തന്നെ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് നടക്കുന്ന സമയത്ത് അതിന്റെ ഓർഡറിൽ തന്നെ ഓൾസോ കാഷ്വാലിറ്റീസ്, ഈ പറയുന്ന പുതിയ പുതിയ കാഷ്വാലിറ്റീസിലേക്ക് എന്ത് ചെയ്യണം? കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്യുപ്പൈ ചെയ്യാവുന്നതാണ്. മറ്റു ഹോസ്പിറ്റൽസിലോ അവിടെ തന്നെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർഗനൈസേഷൻസിലോ they can appoint these new casualties. പുതിയ കാഷ്വാലിറ്റീസ് നമുക്ക് അവിടെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ നമുക്കറിയാം. അപ്പൊ 2 or 3 ഡോക്ടേഴ്സിന്റെ ഒരു ടീം ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാൻ, ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യൻസ്, അതായത് ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യൻസിന്റെ ഡോക്യുമെന്റുകൾ തയ്യാറാക്കാൻ, അവരുടെ ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് 2 or 3 ഡോക്ടേഴ്സിന്റെ ഒരു ടീം അതിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. ആൻഡ് ഓൾസോ ഇനി മാത്രമല്ല കാഷ്വാലിറ്റീസിന്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി, അതായത് ഇപ്പൊ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന പേഷ്യൻസിനെയൊക്കെ ചിലപ്പോ അത്ര എന്താ പറയാ ശരിയായ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ അവരുടെ രോഗമൊന്നും ചിലപ്പോ എന്താ പറയാ ഭേദമായിട്ടുണ്ടാവില്ല. സോ ദേ ഹാവ് ടു ബി മൂവ്ഡ് ടു ദെയർ ഹോംസ്. അവരുടെ വീടുകളിലേക്ക് അവരെ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ വീട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റൽസിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഓൾസോ ഹാവ് ബീൻ മെയ്ഡ് ഡ്യൂ ടു ദ ലാർജ് നമ്പർ ഓഫ് ആംബുലൻസസ്. അതായത് അതിന് വേണ്ടിയിട്ട് കൂടുതൽ ആംബുലൻസ് സർവീസുകൾ ചിലപ്പോൾ വേണ്ടി വരും അവർക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അവൈലബിൾ സോഴ്സസ്, മറ്റു വാഹനങ്ങളോ ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കണം ഇവിടുന്ന് പേഷ്യൻസിനെ മറ്റു ഹോസ്പിറ്റൽസിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്കും ഒക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു നല്ല ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒരു ടീം, ഒരു കാഷ്വാലിറ്റി ട്രാൻസ്പോർട്ടേഷൻ ഫോർ കാഷ്വാലിറ്റീസിന്റെ ഒരു ടീം ഉണ്ടായിരിക്കണം. പ്രൈവറ്റ് കാർസ് ആൻഡ് ഓൾസോ മറ്റ് അതർ വെഹിക്കിൾസ് ക്യാൻ ബി യൂസ്ഡ്. ഇതിനു വേണ്ടിയിട്ട് മറ്റ് കാറുകളും പ്രൈവറ്റ് ആയിട്ടുള്ള കാറുകളും മറ്റു വെഹിക്കിൾസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല വോളണ്ടറി ഏജൻസീസ് എന്ന് വെച്ചാൽ സ്വമേധയാ അതിനു വേണ്ടി തയ്യാറായി വരുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഏജൻസികൾ ഉണ്ടായിരിക്കും, അതുപോലെ പേഴ്സണൽസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് ആളുകളെ അവരവരുടെ വീടുകളിലേക്ക് മറ്റു ഹോസ്പിറ്റൽസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതിനും എളുപ്പന്നതൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഈ ഡിസാസ്റ്ററിൽ വരുന്ന പേഷ്യൻസിനെ നമുക്ക് ഹോസ്പിറ്റൽസിൽ അകത്തേക്ക് ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പ്രൊസീജിയേഴ്സും ആസ് സൂൺ ആസ് പോസിബിൾ നടക്കണം എന്നുള്ളതല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഹോസ്പിറ്റലിലെ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ ആംബുലൻസ് തന്നെ പാടുള്ളൂ എന്ന് പറഞ്ഞ് നോക്കിക്കാൻ പറ്റില്ല. സം പ്രൈവറ്റ് വോളണ്ടറി ഏജൻസീസ് ഓൾസോ കം ഫോർവേഡ്. ഇതിന് വേണ്ടിയിട്ട് ചില സ്വമേധയാ അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്തരം ഡിസാസ്റ്ററിലൊക്കെ അവരവരുടെ വാഹനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് എന്താ പറയാ ആളുകളേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വോളണ്ടറി സംഘടനകളൊക്കെ ഇങ്ങനെ കയറി വരാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ള അനുവാദം അവർക്ക് കൊടുത്ത് അത്തരം ആളുകളെ അങ്ങനെയൊക്കെ പെട്ടെന്ന് മാറ്റാനുള്ള കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ആ കുഞ്ഞ് 2 പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം കുഞ്ഞു പാരഗ്രാഫ്. അത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെ വീണ്ടും വീണ്ടും കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഡിസാസ്റ്ററിൽ ഇത്തരം കാര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും അലേർട്ട് ആകേണ്ടതാണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, റിവ്യൂ സിസ്റ്റം എല്ലാവരും അലേർട്ട് ആവും. അതിന് വേണ്ടിയിട്ടാണ് അടുത്തടുത്ത് പറയുന്നത് ഓരോ സിസ്റ്റം കറക്റ്റ് ആവും. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് നടത്തേണ്ടതിന് അതിനുവേണ്ടി ഒരു ടീം
Okay അല്ലേ? Yes. Then what about the communication system in hospitals? ഇനി ഒരു communication system, ഒരു വിനിമയ സമ്പ്രദായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അറിയിക്കാനായിട്ട് അല്ലെ, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അതുപോലെ തന്നെ മറ്റ് ഏജൻസീസിലേക്ക്. പിന്നെ ഡിസാസ്റ്റർ ഒക്കെ തീർച്ചയായിട്ടും ഒരു ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ മാത്രം ഉണ്ടായാൽ കാര്യമില്ല അല്ലെ, എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻസും വളരെ അത്യാവശ്യമാണ് ഔട്ട്സൈഡ് ഏജൻസീസിൽ ഫോർ ദ സ്മൂത്ത് മാനേജ്മെന്റ് ഓഫ് ഡിസാസ്റ്റർ പ്ലാൻ. തീർച്ചയായിട്ടും ഡിസാസ്റ്റർ പ്ലാൻ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ഷുഡ് വർക്ക് ഹാൻഡ് ഇൻ ഹാൻഡ്. തീർച്ചയായിട്ടും അത് ഇതിന് ഒപ്പം നിന്ന് പ്രവർത്തിക്കണം വേണ്ടേ, എന്നാലാണ് പ്രോംപ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് സാധ്യമാവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് there should be a messenger operation system അല്ലെങ്കിൽ മെസ്സഞ്ചർ സിസ്റ്റം ഫോർ എന്താ പറയാ if there is any failure. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിൽ തന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഏതെങ്കിലും രീതിയിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ മാത്രമല്ല, ചില സമയത്ത് ലൈൻ വിൽ ബി വെരി ബിസി ഫോർ ലോങ് ടൈം, കുറെ സമയത്തേക്ക് ലൈൻ ബിസി ആയി പോകും. അപ്പൊ ഇന്റേണൽ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മാത്രം ഡിപെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചില ആൾക്കാരെ കുറിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയാ എൻഗേജ്ഡ് ആയിരിക്കും, അപ്പുറത്ത് അവര് കോളേജ് റിസീവ് ചെയ്യുന്ന ഭാഗത്തുള്ള ആളുകൾ എൻഗേജ്ഡ് ആയിരിക്കും, കാരണം ഇവരും മറ്റു ആളുകളെയൊക്കെ ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ കുറെ ടൈമിലേക്ക് ചിലപ്പോൾ ലൈൻ ബിസി ആയി പോകും. അപ്പൊ നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ട ആ ഒരു ആളുകളിലേക്ക് നമ്മളുടെ ആ ഒരു കോളോ മെസ്സേജോ എത്താതെ ആയി പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മെസ്സഞ്ചർ സിസ്റ്റം ഷുഡ് ബി ദർ. അതിന് വേണ്ടിയിട്ട് അതിനൊരു പ്രത്യേക മെസ്സഞ്ചർ സിസ്റ്റം ഉണ്ടായിരിക്കണം. അത് ഫുള്ളി കോൺവേഴ്സന്റ് ആയിരിക്കണം. കോൺവേഴ്സന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ ഏരിയസിലേക്കും നമുക്ക് പെട്ടെന്ന് വിവരങ്ങൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. ആൻഡ് ഓൾസോ ഓൾ ദ ഫംഗ്ഷണറീസ് ഓഫ് ഹോസ്പിറ്റലിന്റെ എല്ലാ ഫംഗ്ഷണൽ ഏരിയാസിലേക്കും മറ്റ് ഓൾ ഏരിയാസിലേക്കും കോൺവേഴ്സന്റ് ആകുന്ന രീതിയിലുള്ളൊരു മെസ്സഞ്ചർ പേഴ്സണലായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് they can organize a pool of messengers. അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഒരു താൽക്കാലികമായിട്ട് ഒരു പൂൾ ഓഫ് മെസ്സഞ്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള ആളുകൾ മെസ്സേജസ് ഒക്കെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെസ്സേജസ് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഈ പറയുന്ന ഡിസാസ്റ്റർ പ്ലാനിൽ നമ്മൾ ചെയ്തേ മതിയാകൂ. അല്ലാതെ കോൾ ചെയ്ത് മാത്രം അവരെ അപ്പുറത്തുള്ള ആളെ കിട്ടാൻ നമുക്ക് നോക്കിക്കാൻ വൈകിക്കാൻ പറ്റില്ല. കാരണം എന്താ, സംടൈംസ് ദ ലൈൻ മേ ബി ബിസി, ചില സമയത്ത് ഈ ലൈൻ ബിസി ആയിരിക്കും. അപ്പൊ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് മെസ്സഞ്ചർ സിസ്റ്റം ഈസ് വെരി വെരി നെസസറി അല്ലെ. ഒരു താൽക്കാലികമായിട്ട് പകരമായിട്ടൊരു മെസ്സഞ്ചർ സിസ്റ്റം കൂടിയേ തീരൂ. ഫോണിൽ അറ്റൻഡ് ചെയ്ത് ഈ കാര്യം അറിയിക്കാം, അയ്യോ കോള് കിട്ടണല്ലോ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് പിന്നെ അങ്ങനെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കോൾ ഇങ്ങനെ കുറെ നേരത്തേക്ക് ചിലപ്പോൾ ലൈൻ ബിസി ആയിട്ട് കാണിക്കും അല്ലെ, ചിലപ്പോൾ ചില കോളുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റാതെ പോകും. അതിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്, എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു പകരം വയ്ക്കുന്ന ഒരു മെസ്സഞ്ചർ സിസ്റ്റം കൂടി വേണം. അതിന് വേണ്ടിയിട്ട് ഒരു മെസ്സഞ്ചർ പൂൾ, അങ്ങനെ ഒരു സിസ്റ്റം അവർക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അല്ലാതെ അതിനെ മാത്രം നമുക്ക് ഡിപെൻഡ് ചെയ്യാൻ പറ്റില്ല. താൽക്കാലികമാണെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെസ്സഞ്ചർ സിസ്റ്റം ഈസ് വെരി നെസസറി ഡ്യൂറിംഗ് ദിസ് ഡിസാസ്റ്റർ പ്ലാൻ. ഓക്കെ, വായിച്ചു നോക്കാം. മിസ്സേ കൺവേഴ്സന്റ് എന്താ ഉദ്ദേശിച്ച? എന്തോ കൺവേഴ്സന്റ്? കമ്മ്യൂണിക്കേറ്റ് ടു ഓൾ ഏരിയാസ്. എല്ലാം നമുക്ക് ഫുൾ ആയിട്ട് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തേക്ക് എല്ലാ ഏരിയാസിലേക്കും എത്തുന്ന രീതിയിലുള്ളത്. വായിച്ചു നോക്കാം.
ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? മെഡിക്കൽ സപ്ലൈസ്. ഇനിയും ഡിസാസ്റ്റർ പ്ലാനിൽ മറ്റു കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് മെഡിക്കൽ സപ്ലൈസിനെ സംബന്ധിച്ചതാണ്. നമ്മൾ പറഞ്ഞു ആവശ്യത്തിന് മെഡിക്കൽ സപ്ലൈസ് നേരത്തെ കൂട്ടി ഹോസ്പിറ്റൽസിൽ മാനേജബിൾ ആയിരിക്കണം. ഡിസാസ്റ്റർ പ്ലാനിൽ എന്തൊക്കെ മെഡിക്കൽ സപ്ലൈസ്, ഇത് ഇൻജേർഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സപ്ലൈസ് ഓൾറെഡി ഉണ്ടാകും, ആ പ്ലാനിൽ ഉണ്ടായിരിക്കണം എന്നാണ്. പക്ഷെ എത്ര തന്നെ നമ്മൾ പ്ലാൻ ചെയ്താലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അല്ലെ? ഇപ്പൊ ഓരോ ദിവസവും ഇത്രയും നമ്മൾ ഡിസാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാനൊക്കെ രൂപീകരിച്ച് അതിന് വേണ്ടിയിട്ട് ടീം, അതിന് ഓരോ പേഴ്സണൽസ്, ഓരോ എന്താ പറയാ ജോലിക്കാർ, ഓരോരോ വിഭാഗം കൈകാര്യം ചെയ്യാനൊക്കെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിലും ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു സഡൻ അറ്റാക്ക് ആണ്, അല്ലെ? ഒരു വലിയൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ആഘാതമാണ്. തീർച്ചയായിട്ടും അത് ഇന്ന സമയത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും നമ്മളിരിക്കുന്നത്. നേരെ നമ്മൾ എന്താണ്, ഓൾറെഡി എല്ലാവരും പാനിക് ആകും. എല്ലാവരും തന്നെ ഭയങ്കര എന്താ പറയാ അലേർട്ട്, എത്ര അലേർട്ട് ആയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞാലും ആ സമയത്ത് നമ്മളെല്ലാവരും ഭയങ്കര എന്താ പറയാ പാനിക് ആകും. ആ സമയത്ത് നമുക്ക് പ്രയാസം വരും, ബുദ്ധിമുട്ട് വരും. എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നൊക്കെ പറ്റില്ല. പക്ഷെ എങ്കിലും ഈ പറയുന്ന എത്ര മെഡിക്കൽ സപ്ലൈസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഓവറോൾ ഡിസാസ്റ്റർ വരുമ്പോൾ വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. ഇഫക്റ്റീവ് റിലീഫ് കൺട്രോൾ നമ്മുടെ കയ്യിലായിട്ടുണ്ട്, അല്ലെ? അതായത് ആശ്വാസം, ദുരിതാശ്വാസ കാര്യങ്ങള് ഹോസ്പിറ്റൽസിൽ അതിനു വേണ്ടിയുള്ള മെഡിക്കൽ സപ്ലൈസ് എല്ലാം തന്നെ മാനേജ് ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് എ ക്രിട്ടിക്കൽ പാർട്ട്, ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് മാനേജ്മെന്റ് ഓഫ് മെഡിക്കൽ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ മെഡിക്കൽ സപ്ലൈസ് കൃത്യമായിട്ട് ഡിസാസ്റ്ററിലെ ഒരു പ്രിപ്പയർഡ്നെസ് ആണ്, അതോടൊപ്പം തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിലീഫ് പ്ലാൻ കൂടിയാണ്. ഓക്കെ, ആൻഡ് സംടൈംസ് ദ ഡിസാസ്റ്റർ മേ ബി ലോക്കലൈസ്, അതായത് ഒരു ലൊക്കാലിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ഡിസാസ്റ്റർ ആണെങ്കിലും, അല്ലെങ്കിൽ മാത്രമല്ല സ്ലൈറ്റ് ഓർ മോഡറേറ്റ് ഇമ്പാക്ട് ആണ് ആ ഡിസാസ്റ്റർ കൊണ്ടുണ്ടായേക്കുന്നത് എന്ന് വിചാരിക്കാം. ചെറിയ ആഘാതം എന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല, അധികം ആളുകളിലേക്കോ അധികം ഏരിയയിലേക്കോ ഒന്നും വ്യാപിക്കാത്ത ഒരു ഡിസാസ്റ്റർ ആണെങ്കിൽ ദ എമർജൻസി വിച്ച് ഈസ് റിക്വയർഡ് ഇൻ ദ ഹോസ്പിറ്റൽ മേ ബി സഫീഷ്യന്റ്, മാനേജബിൾ ആണ്. കാരണം നമ്മുടെ ഹോസ്പിറ്റലിന്റെ ആ ഒരു എഫിഷ്യൻസി കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, അല്ലെ? ചെറിയ ഡിസാസ്റ്റർ ഒക്കെ ആണെങ്കിൽ അടുത്ത എവിടെയെങ്കിലും ചെറിയ എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തം ഉണ്ടായി അവിടെയുള്ള ആളുകളൊക്കെ പെട്ടെന്ന് ആ ഡിസാസ്റ്ററിൽപ്പെട്ട ആളുകളൊക്കെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തു, കാറ്റഗറൈസ് ചെയ്ത് പ്രയോറിറ്റി അനുസരിച്ച് ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് എന്താ പറയാ അധികം ആൾക്കാർക്കൊന്നും അധികം പറ്റിയിട്ടില്ല. അപ്പൊ ഈ കൊണ്ടുവരുന്ന ഈ ഹോസ്പിറ്റലിൽ, തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ അതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ആ ഡിസാസ്റ്ററിന്റെ ആ ഒരു ഇത് എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു, മോഡറേറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇഫ് ദ ഡിസാസ്റ്റർ ഈസ് ഇൻ മാഗ്നിറ്റ്യൂഡ്, മാഗ്നിറ്റ്യൂഡ് ഭയങ്കര വലുതാണ്, കൂടുതലാണ് എങ്കിൽ വലിപ്പമേറിയ ഒരു ഡിസാസ്റ്റർ ആണ്. മാത്രമല്ല ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിനെ എന്താ പറയാ ആളുകളെ അത് എഫക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ക്വാണ്ടിറ്റീസ് ഓഫ് മെഡിക്കൽ സപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത് എങ്ങനെയായിരിക്കണം, അതും കൂടുതലായിരിക്കും അന്നേരം, അല്ലെ? അന്നേരം മെഡിക്കൽ സപ്ലൈസിന്റെ അളവും അതുപോലെ തന്നെ എണ്ണമൊക്കെ കൂടുതലായിരിക്കണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഗെറ്റ് സം അസിസ്റ്റൻസ് ഫ്രം സം അതർ ഏരിയാസ്. അപ്പൊ നമുക്ക് എന്ത് വേണം, സഹായം മറ്റിടങ്ങളിൽ നിന്നും വേണ്ടി വരും. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ഒതുക്കാവുന്നതാണ്. അതാണ് അടുത്തുള്ള ഹോസ്പിറ്റൽസിൽ നമുക്ക് അത് ഒതുക്കാം. ബിക്കോസ് അവിടെ ഡിസാസ്റ്റർ വളരെ ചുരുങ്ങിയ തോതിലായിരുന്നു. അതിന്റെ ആ ഒരു ഒക്കറൻസ് അധികം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിട്ടില്ല, അധികം ആളിലേക്ക് വ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. പക്ഷെ അധികം ആളുകളിലേക്ക് വ്യാപിച്ചു, അധികം ഏരിയയിലേക്ക് ആ ഒരു ഡിസാസ്റ്റർ കവർ ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മെഡിക്കൽ സപ്ലൈസ് ആവശ്യമുണ്ട്. ആൻഡ് ഓൾസോ വി മസ്റ്റ് നീഡ് ദ അസിസ്റ്റൻസ് ഫ്രം അതർ ഏരിയാസ്, മറ്റുള്ള ഏരിയാസിൽ നിന്നുള്ള സഹായവും നമുക്ക് വേണ്ടി വരും, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഒരു ഫോർ തിങ്കിങ്, ഒരു എന്താ പറയാ ഒരു മുൻകൂട്ടി നമുക്ക് ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു പ്ലാന് എത്രയായാലും ആവശ്യമുണ്ട്. അത് ആവശ്യമില്ല, അതില്ലെങ്കിൽ എന്നാണ് പറയാം ലാക്ക് ഓഫ് ഫോർ തോട്ട് എന്ന് വെച്ചാൽ മുൻ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ചില്ല എങ്കിൽ, അതോടൊപ്പം തന്നെ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നമുക്ക് നേരത്തെ മുൻ പരിചയമില്ല എങ്കിൽ, ഡിസാസ്റ്റർ വന്ന് അതൊന്ന് ഞങ്ങൾ പരിചയപ്പെട്ട് നോക്കട്ടെ എന്നിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കാം എന്നുള്ളതല്ല. അതല്ല, അത് എന്താ പറയാ സഡൻലി വരുന്ന ഒരു കാര്യമുള്ളൂ. അപ്പൊ നേരത്തെ കൂട്ടി അങ്ങനെ ഫേസ് ചെയ്തവർക്കാണെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് രണ്ടാമത്തെ ഘട്ടം ഇങ്ങനെ എപ്പോഴെങ്കിലും വരുമ്പോൾ അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, അല്ലെ? ഒരു എക്സ്പീരിയൻസ് ആണ് മേക്സ് മാൻ പെർഫെക്റ്റ്. നമ്മളുടെ അനുഭവങ്ങളാണ് നമ്മളെ കൂടുതൽ പെർഫെക്റ്റ് ആക്കുന്നത്. അത് ശരി തന്നെയാണ്. പക്ഷെ ഡിസാസ്റ്ററിൽ ഒരു അനുഭവം ഉണ്ടാവട്ടെ, അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ ആക്ട് ചെയ്തോളോ എന്നല്ല. നമ്മുടെ ശരിയായിട്ട് രീതിയിൽ നല്ല രീതിയിൽ മുൻചിന്തയോടെ കൂടെ എന്ത് വേണം, പ്ലാനിങ് വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ നമ്മൾ ആരായിരിക്കും ഹെൽപ്ലെസ് ആയിരിക്കും, അല്ലെ? നമുക്ക് സഹായം മറ്റുള്ളവരിൽ നിന്ന്, അതുപോലെ തന്നെ നമുക്കിപ്പം മറ്റ് ഹെൽത്ത് കെയർ അതോറിറ്റി, മറ്റ് ആരോഗ്യ സംരക്ഷണ അധികൃതരിൽ നിന്ന് നമുക്ക് സഹായം കിട്ടിയില്ലെങ്കിൽ, അതുപോലെ നമ്മളുടെ ഒരു ഓവർ എസ്റ്റിമേഷൻ, അതായത് നമുക്ക് എന്താ പറയാ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യാൻ അല്ലെങ്കിൽ മറ്റു പകരത്തിന് നമുക്ക് ഇന്ന കാര്യങ്ങൾ ഉപയോഗിക്കാം എന്നുള്ള നമ്മുടെ ഒരു ഓവർ എസ്റ്റിമേഷൻ ഉണ്ട്,
അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ മേക്ക് ഓർ ക്രിയേറ്റ് പാനിക് റിയാക്ഷൻസ്. അതായത് നമുക്ക് വലിയ വലിയ പാനിക് ആകുന്ന റിയാക്ഷൻസിലേക്ക് ഉണ്ടാക്കുന്ന പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ കുറച്ച് പരിചയം വേണം. പരിചയം വേണം എന്ന് പറഞ്ഞാൽ മുൻ ചിന്ത വേണം. അതായത് നല്ല മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മറ്റ് ലോക്കൽ ആയിട്ടുള്ള ഹെൽത്ത് അതോറിറ്റീസിൽ നിന്നുള്ള ഹെൽപ്പ് വേണം. ആൻഡ് ഓൾസോ നമുക്ക് നമ്മളുടെ ലോജിസ്റ്റിക്സ്, നമുക്ക് വേണ്ട സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്, അതൊക്കെ അവിടെ ഉണ്ട്, അതിന് പകരം ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള ആ ഒരു ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാകുള്ളൂ, ഡിസാസ്റ്റർ പ്ലാനിംഗ് ഒക്കെ കറക്റ്റ് ആവുള്ളൂ. അത്തരം പാനിക് റിയാക്ഷൻസ് ഉണ്ടാകാതിരിക്കുള്ളൂ. ഇതൊന്നുമില്ലെങ്കിലാണ് എന്തുണ്ടാകുക, പാനിക് റിയാക്ഷൻസ് ഉണ്ടാകുക. നമ്മളെല്ലാവരും ഭയപ്പെട്ടു പോകും. എവിടെ നിന്ന് ഹെൽപ്പ് വരും എന്ന് വിചാരിച്ച് എല്ലാവരും ഇങ്ങനെ നിൽക്കേണ്ടി വരും, അല്ലെ? അത്തരം ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേണം എന്നാണ് പറയുന്നത്. അതിന്റെയൊക്കെ നെഗറ്റീവ് ആണ് പറഞ്ഞേക്കുന്നത്. അതില്ലായെങ്കിലാണ് എന്താക്കുള്ളൂ, നമുക്ക് നമ്മളുടെ ലോക്കൽ റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് ഉപയോഗിക്കാൻ പറ്റില്ല. ആൻഡ് ഓൾസോ വി വിൽ ബിക്കം പാനിക്. നമ്മളെല്ലാവരും പാനിക് ആകും. മനുഷ്യന്മാരും ഹോസ്പിറ്റൽസിലെ അധികൃതരും അതുപോലെ ചുറ്റും നിൽക്കുന്നവർക്ക് ഇങ്ങനെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഇത് നേരത്തെ കൂട്ടി പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ എവറിത്തിങ് വിൽ ബി ഓക്കെ. നമുക്ക് നമ്മളുടെ പാനിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാനും പറ്റും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. മെഡിക്കൽ സപ്ലൈസ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചോ? അസർട്ടൈനിങ് മീൻസ് ടു കാൽക്കുലേറ്റ്. അസർട്ടൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് ഒരു കണക്കെടുപ്പ്, എസ്റ്റിമേഷൻ. നമ്മളുടെ ലോക്കൽ റിസോഴ്സസിനെ കുറിച്ചുള്ള ഒരു കണക്കെടുപ്പും അതിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻസും ഒക്കെ അതൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞത്. നമ്മുടെ കയ്യിൽ എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണ് അതിനെ കുറിച്ചൊരു കണക്ക് കയ്യിലൊന്നും ഇല്ലായെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും, പാനിക് റിയാക്ഷൻസ് ഉണ്ടാക്കും. ഓക്കെ, ഹെൽപ്ലെസ് ആണ് അതോറിറ്റീസ് എങ്കിൽ, മറ്റുള്ളവരുടെ വിഭാഗത്ത് നിന്നൊരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് എന്താ പറയാ, ഗവൺമെന്റ് അതോറിറ്റീസിനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പെട്ടെന്ന് എന്ത് തീരുമാനങ്ങൾ എടുക്കും, കാര്യങ്ങൾ ചെയ്യും, എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി അതിനെ കുറിച്ചുള്ള റീസൺസും ഇല്ല. അതുപോലെ തന്നെ അതിൽ എന്തൊക്കെയാ ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞു കഴിയുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അന്നേരം പെട്ടെന്ന് എന്താ എടുക്കണ്ടേ, എന്ത് തീരുമാനം എടുക്കണം, ആളുകളെ പെട്ടെന്ന് മാറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് നേരത്തെ അറിയിച്ചിരുന്നില്ല, അല്ലെ? ഇത്രയും പൊക്കത്തിലുള്ള വെള്ളത്തിൽ കൂടി നീന്തിയൊക്കെയാണ് ഒരു കരയിൽ പിടിച്ചു കയറിയത്. ഓക്കെ, അല്ലാതെ മുൻകൂട്ടി ഇത്രയും വെള്ളം ഒന്ന് പൊങ്ങും എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, നമ്മുടെ ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതോറിറ്റീസിൽ നിന്നോ ഒരു ഇൻഫർമേഷൻ നമ്മളിലേക്ക് പാസ് ചെയ്തെങ്കിൽ മുൻകൂട്ടി ആളുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാമായിരുന്നു, അല്ലെ? കുറെ ആളുകൾ പോയി. ഇപ്പൊ വയസ്സായവരൊക്കെ ബുദ്ധിമുട്ടി അങ്ങനെയൊക്കെ കൊണ്ടുപോയി ഒരു സ്ഥലത്തേക്ക് എത്തിപ്പിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്, അല്ലെ? ഭയങ്കര റിസ്ക് കാര്യങ്ങളാണ്. ഒത്തിരി ആളുകൾ വയ്യാതെ ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്ന ആളുകളൊക്കെ എങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കര റിസ്ക് ആയിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ ആളുകൾ ഇങ്ങനെ പാനിക് ആയിട്ട് നിൽക്കും. അപ്പൊ നേരത്തെ കൂട്ടി ഇതിനെ കുറിച്ചൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരിക്കണം. അതനുസരിച്ച് ഉള്ള ഹെൽപ്പ് എവിടെ നിന്നും കിട്ടണം, ഹെൽത്ത് അതോറിറ്റീസിൽ നിന്ന്, അല്ലെ? ആരോഗ്യ സംരക്ഷണ മേഖലകളിൽ നിന്ന്, അവിടുത്തെ അധികൃതരിൽ നിന്നൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് ഉണ്ടെങ്കിൽ വി ക്യാൻ ബി പ്രിപ്പയർഡ്. നമുക്കും അതുപോലെ തന്നെ പ്രിപ്പയർഡ് ആകാം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലും അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അവർക്കും പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. അല്ലെങ്കിൽ എല്ലാം പാനിക് ആകും. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോഴ്സ് ആണ്. അപ്പൊ നമ്മള് പറഞ്ഞു ഓൾ ദ റിസോഴ്സസ് അവൈലബിൾ. നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ സ്റ്റോഴ്സ് ആൻഡ് മെറ്റീരിയൽ ഷുഡ് ബി ദർ. അവിടെ എന്തൊക്കെ സാധനങ്ങൾ, സാധന സാമഗ്രികൾ, മെറ്റീരിയൽസ്, പല കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങൾ നമുക്ക് ആവശ്യം വേണ്ടി വരും, അല്ലെ? അതിന്റെ സപ്ലൈ, അതിന്റെ ഡിമാൻഡ്, മെഡിസിൻസ്, അല്ലെ? അതൊക്കെ എവിടെ നിന്ന് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു
എന്താ പറയാ ഒരു നേരത്തെ കൂടി നമുക്ക് അതും ആവശ്യമുണ്ട്. അപ്പൊ സോ ബിഫോർ ഈ പറയുന്ന പ്ലാനിങ്ങിനകത്ത് നമുക്ക് മറ്റു കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് സച്ച് ടൈപ്സ് ഓഫ് സ്റ്റോഴ്സ് ആൻഡ് മെറ്റീരിയൽസ്. ഇത്തരം സാധന സാമഗ്രികൾ എന്തൊക്കെയാണ്, അതൊക്കെ ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് ഒരുക്കി ഇങ്ങനെ വെക്കണം. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകും ഇതെല്ലാം കൂടി എടുത്ത് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ടല്ല, ഓരോന്നും ഇങ്ങനെ തരം തിരിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി അല്ലെ. ചില എന്താ പറയാ ഡിസാസ്റ്റർ, എല്ലാ ഡിസാസ്റ്ററും ഒരുപോലെയാണോ? വെള്ളപ്പൊക്കം ഉണ്ടാകാം അല്ലെ, ആ നേരം വരുമ്പോ മുറിവും ചതുവൊന്നും എല്ലാ ആളുകൾക്ക് വരിക അല്ലെ. ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്, ആണോ? അല്ല. അപ്പൊ പിന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എർത്ത് ഉണ്ടായി, അപ്പൊ ഭൂമി കുലുക്കാണ്, അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ മറിഞ്ഞു വീണു, ആളുകൾ അതിന്റെ അകത്തൊക്കെ ചിലപ്പോൾ രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നില്ല, പെട്ടെന്ന് നമ്മുടെ മേത്തേക്ക് വീണു, ആളുകൾ അതിന്റെ അടിയിൽപ്പെട്ടു. അപ്പൊ ഒരു കുറെ ഇഞ്ചുറീസ് ആണ് ഉണ്ടാകുക അല്ലെ, പലതരത്തിലുള്ള ഇഞ്ചുറീസ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഒക്കെ ഒരുപാടുണ്ടാകും. അപ്പൊ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ അനുസരിച്ച് ഇറ്റ് വിൽ ഡിപെൻഡ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ. ഏത് രീതിയിലുള്ള ആളുകളാണ് ഹോസ്പിറ്റൽസിലേക്ക്, ഏത് ടൈപ്പ് ഓഫ് ഡിസീസ് അല്ലെങ്കിൽ എന്താ പറയാ പ്രോബ്ലംസും ആയിട്ടാണ് ആളുകൾ ഹോസ്പിറ്റൽസിലേക്ക് വരുന്നത് ഡ്യൂ ടു ഡിസാസ്റ്റർ നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന മെറ്റീരിയൽസ് ആൻഡ് സ്റ്റോർ ഷുഡ് ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു പർട്ടിക്കുലർ കാറ്റഗറീസ്. ഓരോ കാറ്റഗറി അനുസരിച്ച് ഇതെല്ലാം എന്ത് ചെയ്യുക, ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് വെച്ചാൽ എളുപ്പമായിരിക്കും. മെഡിസിൻസ്, ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് അതൊരു ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ആവശ്യപ്പെട്ട മരുന്നുകളും മരുന്നല്ലാത്ത മറ്റേതെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങളും മറ്റ് രീതിയിലുള്ള ഡ്രഗ്സും ഒക്കെ അതൊരു കാറ്റഗറി. പിന്നെ സർജിക്കൽ ഡ്രസ്സിംഗ് മെറ്റീരിയൽസ്, ഈ സർജറി ഒക്കെ വന്ന് കഴിയുമ്പോൾ ഡ്രസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പല മെറ്റീരിയൽസ് ഉണ്ടല്ലോ. ഉദാഹരണം ഗോസ് കോട്ടൺ എന്ന് വെച്ചാൽ ഇങ്ങനെ നെയ്തുള്ള പഞ്ഞി വെച്ചിട്ടുള്ള സാധനമൊക്കെയാണ്. പിന്നെ പോപ്പ് റോൾസ്, ഈ പോപ്പ് റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ സ്റ്റിഫ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ. അത് വെച്ചിട്ട് അതിന്റെ മുകളിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വരുമ്പോൾ വരും, ഇതിങ്ങനെ തിക്ക് ഉണ്ടാവും, കട്ടിയാവും, കയ്യൊക്കെ ഒടിച്ചിട്ട് ഇങ്ങനെ തൂക്കിയിടൂലേ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. മറ്റേ സാധനമല്ല, ബാഗ് പോലത്തെ ഒരു സാധനമല്ല, അതല്ലാത്തത് ഇങ്ങനെ വെളുത്തിട്ട് അതൊക്കെ തന്നെ അതന്നെ, അതാണ് പോപ്പ് റോൾസ്. പിന്നെ ബേൺ ഡ്രസ്സിങ്സ്, ഈ പൊള്ളലൊക്കെ ഏറ്റ് കഴിയുമ്പോൾ അവിടെ ഡ്രസ്സിങ് മെറ്റീരിയൽ വേറെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ, അപ്പൊ ഇത് വേറെ, അത് വേറെ ഒരു കാറ്റഗറി ആണ്. പിന്നെ സ്ട്രെച്ചേഴ്സ്, സ്പ്ലിൻസ് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്തായിരുന്നു സ്പ്ലിന്റ് എന്താന്ന് പറഞ്ഞേ? എന്ത് സാധനം? പെല്ലൊക്കെ ഇങ്ങനെ പൊട്ടുമ്പോഴോ ഒടിയുമ്പോഴോ ഡിസ്ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ അതിങ്ങനെ നീക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു റിജിഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു ഡിവൈസ് ആണ് അല്ലെ. അപ്പൊ ആ സാധനം അത് വേറെ വേണം. പിന്നെ എന്താ പറയാ സ്ട്രെച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോകാനും നീക്കാനൊക്കെ ഉള്ള ഒരു സാധനമാണ്. പിന്നെ ബ്ലാങ്കറ്റ്, ബെഡ് ലിനൻ, അവർക്ക് വേണ്ടിയിട്ട് പേഷ്യൻസിനെ കിടത്താനും അവർക്ക് വേണ്ടി കൊടുക്കേണ്ട ചില ലിനൻസ് ഉണ്ട്, അത് ബ്ലാങ്കറ്റ്സ്. പിന്നെ മെഡിക്കൽ ഗ്യാസസ്, അത് വേറെ സെക്ഷൻ. ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്തിടണം. ഓരോരോ കാറ്റഗറിയിലാക്കി അതിങ്ങനെ അതിന്റെ നെയിമൊക്കെ കൊടുത്ത് ഇങ്ങനെ ബോർഡൊക്കെ അല്ലെങ്കിൽ ലേബലൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസാസ്റ്റേഴ്സിൽ നമുക്ക് അത് വേഗം എടുത്ത് ഉപയോഗിക്കാം. ഓക്കെ, അത് കാറ്റഗറൈസ് ചെയ്ത് അതിന്റെ നെയിം സ്ലിപ്പോട് കൂടി എന്ത് ചെയ്യാം, ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ IV ഫ്ലൂയിഡ്സ്, വീനസിലേക്ക് കൊടുക്കേണ്ട ഫ്ലൂയിഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ, എക്സ്റേ പ്ലേറ്റ്സ് വേറെ. പിന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അവശ്യ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ മിസ്ലേനിയസ് എന്ന് പറഞ്ഞാൽ മറ്റ് അവശ്യ വസ്തുക്കളാണ്, അങ്ങനെയുള്ള ഒരു കാറ്റഗറി വേറെ. ഇതെല്ലാം ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. നമുക്ക് ആ ഒരു ഡിസാസ്റ്റർ പ്ലാനിൽ ഇതൊക്കെ എടുക്കാനും സപ്ലൈ ചെയ്യാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോഴ്സ് ആൻഡ് മെറ്റീരിയൽസ് ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? മെഡിക്കൽ, ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ഒരു ഗ്രൂപ്പ്. സർജിക്കൽ ഡ്രസ്സിംഗ് മെറ്റീരിയൽസ് ലൈക്ക് ഗോസ് കോട്ടൺ, പോപ്പ് റോൾസ്, ബേൺ ഡ്രസ്സിംഗ്സ് അത് വേറെ ഗ്രൂപ്പ്. സ്ട്രെച്ചേഴ്സ് ആൻഡ് സ്പ്ലിൻസ് മറ്റൊരു ഗ്രൂപ്പ്. ബ്ലാങ്കറ്റ്സ്, ബെഡ് ലിനൻ മറ്റൊരു ഗ്രൂപ്പ്. മെഡിക്കൽ ഗ്യാസസ്, IV ഫ്ലൂയിഡ്സ്, എക്സ്റേ പ്ലേറ്റ്സ് ആൻഡ് ഓൾസോ മിസ്ലേനിയസ് എന്ന് പറയുന്ന മറ്റ് കാറ്റഗറീസ്. ക്ലിയർ ആണോ? ഇതാണ് ഈ രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് സോർട്ട് ചെയ്തെന്ന് വെച്ചാൽ അത് എളുപ്പമായിരിക്കും എന്നാണ് പറയുന്നത്. വായിച്ചു നോക്കുക ഏതൊക്കെയാണ് മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യേണ്ടത്, ക്ലാസിഫൈ ചെയ്യേണ്ടത്. കഴിഞ്ഞോ?
യെസ്. ഇനി see while these disaster occur and also there will be increased casualties. ഹോസ്പിറ്റൽസിലേക്ക് ഇത്രയും അധികം കൂടുതൽ എണ്ണം കാഷ്വാലിറ്റീസ് വരുമ്പോൾ we have to gather all the available stocks and materials from the available sources. ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം തന്നെ ഗ്യാദർ ചെയ്ത് കൊണ്ടുവരണം. ബിക്കോസ് നമുക്കറിയാം നമ്പർ ഓഫ് കാഷ്വാലിറ്റീസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിനനുസരിച്ച് ഇവിടെ കൂടുതൽ ഇത്തരം സ്റ്റോക്സ് ആൻഡ് മെറ്റീരിയൽസ് ആവശ്യം വരും അല്ലെ. അപ്പൊ അതനുസരിച്ച് എവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അവിടേക്ക് ഇത് കൊണ്ടുവരണം. അത് മാത്രമല്ല അതനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എവിടെ നിന്നൊക്കെ കിട്ടി, ഇനി മറ്റെവിടെയെങ്കിലും അത് ലഭ്യമാകുന്ന സ്ഥലമുണ്ടോ അതുകൂടി നമ്മൾ നോക്കി വെച്ചായിരുന്നു. മനസ്സിലായ? നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഇത്രയൊക്കെ ഉണ്ട്. എന്നാൽ ഇതിൽ കൂടുതൽ ആളുകളാണ് നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് ഇത്തരം കാഷ്വാലിറ്റി ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നതെങ്കിലോ സോ വി ഹാവ് ടു ഓൾസോ ഹാൻഡിൽ ദം. അവരെയും നമ്മൾ ഹാൻഡിൽ ചെയ്യണ്ടേ. അപ്പൊ അതിനൊരു സെക്കൻഡറി സോഴ്സ് കൂടി എവിടെയെങ്കിലും അവൈലബിൾ ആണ്. ദിസ് ടൈപ്പ് ഓഫ് സപ്ലൈസ് മറ്റൊരു സോഴ്സിൽ നിന്ന് കൂടി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിൽ അതുകൂടി നമ്മൾ നോക്കി മാറ്റി വെച്ചേക്കണം, ഐഡന്റിഫൈ ചെയ്ത്. ഓക്കെ, അതെന്തൊക്കെയാ? ട്രീറ്റ്മെന്റ് ഓഫ് ബേൺസ്, അതായത് പൊള്ളൽ വെച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ളത്. ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ്, വോളിയം എക്സ്പാൻഡേഴ്സ്. ഓക്കെ, അതായത് നമ്മളുടെ ഫ്ലൂയിഡുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരുമല്ലോ. ആളുകളുടെ ബോഡിയിലെ ഫ്ലൂയിഡുകളൊക്കെ പോയി, ചിലപ്പോൾ രക്തം വാർന്നു പോയവരുണ്ട്, അപ്പൊ ബ്ലഡ് കയറ്റേണ്ടി വരും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇപ്പൊ എന്താ പറയാ നമ്മുടെ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്ന പോലെ അങ്ങനത്തെ ഫ്ലൂയിഡ്സ് എന്തെങ്കിലുമൊക്കെ കയറ്റണമെങ്കിൽ അത്. പിന്നെ അനലജസ്റ്റിക് ആൻഡ് ഹിപ്നോട്ടിക്സ് അങ്ങനെയുള്ള മെറ്റീരിയൽസ്. പിന്നെ മെഡിക്കൽ ഗ്യാസ് ഇൻക്ലൂഡിങ് ഓക്സിജൻ, കെമിക്കൽ ഡിസ്ഇൻഫെക്ടൻസ്, അതായത് എന്തെങ്കിലുമൊക്കെ ഡിസ്ഇൻഫെക്ടന്റ് ആകാൻ വേണ്ടിയിട്ട്, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അത്തരം ബോഡി ഫ്ലൂയിഡ്സ് അവരുടെ മേത്തുന്നത് എവിടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത്തരം ഭാഗമൊക്കെ ക്ലിയർ ചെയ്യണ്ടേ, ഡിസ്ഇൻഫെക്ടന്റ് ചെയ്യണ്ടേ. അതിനുള്ള കെമിക്കൽസ്, ഡ്രസ്സിംഗ് മെറ്റീരിയൽസ്, പ്ലാസ്റ്റർ മെറ്റീരിയൽസ്, സ്പ്രിങ്സ്, ഇതൊക്കെ മറ്റു സ്ഥലങ്ങളിലൊക്കെ എവിടെ നിന്നൊക്കെ അവൈലബിൾ ആണോ അതുകൂടി നോക്കി വെച്ചേക്കണം. ആ സമയത്തൊന്നും നമുക്ക് വേഗം പോയി എടുക്കാനുള്ളതാ. ഇപ്പൊ വേണ്ട, പക്ഷെ ഇൻ കേസ് ഇതെങ്ങാനും ആവശ്യം വന്നാൽ, ഇഫ് ഇറ്റ് ഈസ് ഇൻസഫിഷ്യന്റ്, നമ്മുടെ ഹോസ്പിറ്റലിൽ അത് സഫീഷ്യന്റ് ആയ അളവിൽ ഇല്ല എങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഫ്രം ദ സെക്കൻഡറി സോഴ്സ്. ആ ഒരു രണ്ടാമതായിട്ടുള്ള ഒരു സോഴ്സിൽ നമ്മളത് ലഭ്യമാക്കാനായിട്ട് വേണം. അതുകൊണ്ടാണ് അതൊക്കെ നോക്കി വെച്ചേക്കണം, ഇത്തരം കാര്യങ്ങളും കൂടി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആ സാധനങ്ങളുടെ പേരുകളും ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. വായിച്ചു നോക്കിയേ. അനൽജസിക്സ് ആൻഡ് ഹിപ്നോട്ടിക്സ്. അനൽജസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻ റിലീഫ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, വേദന സംഹാരികൾ എന്നൊക്കെ പറഞ്ഞു. തന്നെ വേദന സംഹാരികൾ. കാരണം ഇപ്പൊ ചിലപ്പോ വലിയ എന്തെങ്കിലും എന്താ പറയാ വല്ലതൊക്കെ വീണിട്ടൊക്കെ വന്നേക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പല സ്ഥലങ്ങളിലും ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് അവർക്ക് കൊടുക്കേണ്ടത് ആദ്യം തന്നെ ആ പെയിൻ റിലീഫ് ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അനൽജസ്റ്റിക്സ് എന്ന് പറഞ്ഞത്. ഹിപ്നോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയാ മയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ളതും ചിലപ്പോൾ വേണ്ടി വരും. പെട്ടെന്ന് ഒരു എന്താ പറയാ ചിലപ്പോൾ അവരെ മയക്കേണ്ടി വരും. ഓപ്പറേഷൻസ് ഒക്കെ ചിലപ്പോൾ സർജറീസ് ഒക്കെ അവരോടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്ലൈസ് എവിടെ നിന്ന് കിട്ടും? സോ വി ഹാവ് ടു അറേഞ്ച് സം അറേഞ്ച്മെന്റ്സ് ഫോർ സെക്കൻഡറി സോഴ്സിൽ നിന്നുള്ള ഒരു ദ്വിതീയ ഉറവിടം നമ്മൾ കണ്ടെത്തി വെച്ചേക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ. Yes, and whatever supplies or materials we are going to obtain from a secondary source. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഇത് എവിടെന്നെങ്കിലൊക്കെ കിട്ടാൻ ലഭ്യമാകാവുന്ന സ്ഥലമൊക്കെ നമ്മൾ നോക്കി വെച്ചേക്കണം, അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം, ഐഡന്റിഫൈ ചെയ്ത് വെച്ചേക്കണം എന്ന് പറഞ്ഞു. സോ ആ ഒരു അറേഞ്ച് ചെയ്യുന്ന സ്ഥലം എവിടെയായിരിക്കണം? ലൊക്കേറ്റഡ് നെക്സ്റ്റ് ടു ദ പേഷ്യന്റ് ഹോൾഡിംഗ് ഏരിയ. നമ്മൾ ആ പേഷ്യന്റിനെ എവിടെയാണോ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് ഇത്തരം പേഷ്യൻസ് വരുന്നത് എവിടെയാണോ അതിന്റെ അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിലായിരിക്കണം. കുറെ ദൂരമുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എത്താനായിട്ട്
ചിലപ്പോൾ വൈകും. സമയം കൂടുന്തോറും എന്ത് ചെയ്യും, ഈ പേഷ്യന്റിന്റെ ലൈഫ് വിൽ ബി ഇൻ ഡേഞ്ചർ. തീർച്ചയായിട്ടും അവരുടെ ലൈഫ് ഡേഞ്ചറിലേക്കായിരിക്കും. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഇത്തരം എക്യുപ്മെന്റ്സ് സപ്ലൈസ് ഒക്കെ അവൈലബിൾ ആകുന്ന സ്ഥലത്തുനിന്നായിരിക്കണം നമ്മളത് വെക്കേണ്ടത്, അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സ് ആയിട്ട് നമ്മൾ വെക്കേണ്ടത്. ഇനി അത് ഹോസ്പിറ്റൽസിന്റെ നമുക്കറിയാം അവരുടെ സ്റ്റോറിൽ വെക്കാനുള്ള ഒരു അവൈലബിലിറ്റിയുടെ സ്പേസിന്റെ അവൈലബിലിറ്റി കുറവൊക്കെ ഉണ്ടായിരിക്കാം. സോ അത് നമുക്ക് എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം. പക്ഷേ അത് ഹോസ്പിറ്റലിൽ ഈ പേഷ്യന്റ് ഹോൾഡിംഗ് ഏരിയയുടെ അടുത്തായിരിക്കണം എന്നുള്ളത് എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഓൾസോ ദർ ഷുഡ് ബി സം പേഴ്സണൽ. ഇതൊക്കെ ഈ പറയുന്ന സ്റ്റോറുകളൊക്കെ കീപ്പ് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യാനോ അത് ഓപ്പറേറ്റ് ചെയ്യാനോ ഒക്കെ ആ എന്താ പറയാ ഒരു പേഴ്സണൽ അതിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിരിക്കണം. ഒരു സ്റ്റോർസ് പേഴ്സണൽ എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റോർ കീപ്പർ പോലെ ഒരാളെ അതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് ആ ജോലി ഏൽപ്പിച്ചിരിക്കണം എന്നുള്ളതാണ്. അതല്ല എങ്കിൽ തോന്നിയ പോലെ ആളുകൾ എടുത്തുകൊണ്ട് ആർക്കെങ്കിലൊക്കെ എടുക്കുന്നു വരുന്നു, അപ്പൊ അതിനൊരു കണക്കും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒരു സ്റ്റോർ സപ്ലൈ ചെയ്യുന്ന ആ ഒരു സ്റ്റോർ പേഴ്സണലിനെ അസൈൻ ചെയ്ത് ടു ആക്ടിവേറ്റ് ആൻഡ് ഓപ്പറേറ്റ് ഓൾ ദീസ് ആ യൂണിറ്റുകൾ, അങ്ങനെ നമ്മൾ എല്ലാം ചെയ്തിരിക്കുന്ന യൂണിറ്റുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സം പേഴ്സണൽ ഷുഡ് ബി അസൈൻഡ്. ആ ഒരു ജോലി അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? അപ്പൊ ഇനി പാരഗ്രാഫ് ക്ലിയർ ആയോ? അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് വായിച്ചു നോക്കേ. Emergency drugs equipments and supplies should be located next to each patient holding area. പേഷ്യന്റിനെ ഹോൾഡ് ചെയ്യുന്ന ഏരിയയുടെ അടുത്ത് തന്നെ ആയിരിക്കണം നമ്മൾ ഇങ്ങനെ എന്താ പറയാ എമർജൻസി ആയിട്ടുള്ള ഡ്രഗ്സും എക്യുപ്മെന്റ്സും സപ്ലൈസും ഒക്കെ ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഇൻ അഡീഷൻ ടു അത് മാത്രമല്ല മെയിൻ ഹോസ്പിറ്റൽ സ്റ്റോറിനേക്കാൾ കൂടുതലായിട്ട് ഉള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി കൂടുതൽ വെക്കുന്നത്. അതുകൂടാതെ സ്റ്റോർസ് പേഴ്സണൽ വിൽ ഹാവ് ടു ബി അസൈൻഡ് ടു ആക്ടിവേറ്റ് ഓർ ഓപ്പറേറ്റ് ദീസ് എൻലാർജ്ഡ് യൂണിറ്റ്സ്. ഇങ്ങനെ നമ്മൾ എൻലാർജ് ചെയ്ത ഈ പറയുന്ന യൂണിറ്റുകളെ നോക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ ഒരു അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പേഴ്സണൽ ഒരു ജോലിക്കാരൻ. ഇനി ഓൾസോ നമുക്ക് എന്താ പറയാ ചില സഡൻ റിക്വയർമെന്റ്സ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ചില ആവശ്യങ്ങളൊക്കെ അല്ലെങ്കിൽ എമർജൻസീസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് നമുക്ക് മുൻകൂട്ടി ചില ഡിറ്റർമിനേഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്താ പറയാ ഈ പറയുന്ന സ്റ്റോറൊക്കെ ഓപ്പൺ ചെയ്ത് അത് അൺലോക്ക് ചെയ്ത് ചെയ്യുന്ന സാധനങ്ങൾ ഇഷ്യൂ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഈ സ്റ്റോർ ഹോൾഡറുടെ അഭാവത്തിൽ ചിലപ്പോൾ ആളില്ലാന്ന് വിചാരിക്കാം. അപ്പൊ ഈ അതിന് വേണ്ടിയിട്ടുള്ള എമർജൻസീസ് ഇപ്പൊ ഈ സ്റ്റോർ കീപ്പ് ചെയ്യുന്ന ആൾക്ക് ഒരു ജോലി അസൈൻ ചെയ്ത് കൊടുത്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട്, പക്ഷെ ഇൻ ദ ആബ്സെൻസ് ഓഫ് ടൈപ്പ് ഓഫ് സ്റ്റോർസ് ഹോൾഡർ ആ ഒരു സ്റ്റോർ കീപ്പറിന്റെ ആബ്സെൻസിൽ അയാൾ ഇല്ലെങ്കിൽ അത് എങ്ങനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് ആ എക്യുപ്മെന്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ എടുക്കും. അതിന് വേണ്ടിയിട്ട് ഒരു സഡൻ ആയിട്ടുള്ള റിക്വയർമെന്റുകൾക്ക് മീറ്റ് ചെയ്യാനായിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് അതിനും വേണ്ടി എന്തെങ്കിലും സെപ്പറേറ്റ് കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കണം എന്നാ പറഞ്ഞത്. ഓക്കെ, ഒരു ക്രിട്ടിക്കൽ സ്റ്റോർ റൂം പോലെ അതിനും അറേഞ്ച്മെന്റ് വെച്ചിരിക്കണം എന്നാണ്. സെപ്പറേറ്റ് സെറ്റ് ഓഫ് എമർജൻസി കീസ് അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റോറിന്റെ എമർജൻസി കീക്ക് വേണ്ടിയിട്ട് അതും നമ്മൾ എന്താ പറയാ ഈ പറയുന്ന സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ ഫാർമസിയിലും അവൈലബിൾ ആയിരിക്കണം. അതായത് മറ്റേ സ്റ്റോർ കീപ്പറിന്റെ കയ്യിലായിരിക്കും അതിന്റെ സ്റ്റോറുകളുടെ കീ. എന്നാൽ ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്കറിയാം ഡിസാസ്റ്റർ പെട്ടെന്ന് വരുന്നതാ, അത് വിളിച്ചു പറഞ്ഞിട്ടൊക്കെ എല്ലാം വരിക. അപ്പൊ ആ സ്റ്റോർ കീപ്പർ അവിടെ ഇല്ലാന്ന് വരിക അത്തരം സാഹചര്യങ്ങളിൽ. അങ്ങനെയും ആവാമല്ലോ അല്ലെ, എല്ലാ സമയവും എല്ലാ മനുഷ്യരും എല്ലായിടത്തും ആ പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന നിർബന്ധമൊന്നുമില്ല അല്ലെ. അപ്പൊ അയാളുടെ അഭാവത്തിൽ മറ്റൊരു എമർജൻസി കീയും എമർജൻസി ആയിട്ടുള്ള മറ്റൊരു സിറ്റുവേഷനും ഫേസ് ചെയ്യാനുള്ള എമർജൻസി റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം ഡിസാസ്റ്ററിൽ എന്നാണ് പറയുന്നത്. വായിച്ചു നോക്കിയേ കൂടി. Okay. Yes. നെക്സ്റ്റ് എന്താ? ബ്ലഡ് ബാങ്ക്. നമുക്കറിയാം ഇവിടെ ഇത്തരം ഡിസാസ്റ്ററിൽ ഒരുപാട് എന്താ പറയാ ഇന്റേണൽ ഇഞ്ചുറീസും എക്സ്റ്റേണൽ ഇഞ്ചുറീസും ആയിട്ട് ഒരുപാട് പേഷ്യൻസ് വരും. ആൻഡ് ഓൾസോ എന്താ പറയാ ലോട്ട് ഓഫ് ബ്ലഡ് ഒക്കെ ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരുന്ന പേഷ്യൻസും ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് വെരി നെസസറി ടു ഹാവ് എ ബ്ലഡ് ബാങ്ക്. അതായത് നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഒരു ബ്ലഡ് ബാങ്ക് ഉണ്ട് അല്ലെ. ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യുന്നവരുണ്ട്, മാസം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒത്തിരി ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അതൊരു സേവനം എന്നതുപോലെ. കാരണം ഒരുപാട് ആളുകൾക്ക് പല ടൈപ്പ് ഓഫ് ബ്ലഡുകൾ എപ്പോ എമർജൻസി ആയിട്ട് വേണ്ടി വരുന്ന അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ എമർജൻസി സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ അവരുടെ ബ്ലഡ് ഓരോ മാസം ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് ഗ്രൂപ്പ് അനുസരിച്ച് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എന്താ പറയാ
കളക്ട് ചെയ്ത് വെക്കപ്പെടുന്നുണ്ട്. ഹോസ്പിറ്റൽസ് ഹാവ് ഇറ്റ്സ് ഓൺ ബ്ലഡ് ബാങ്ക്, അതിനകത്ത് തന്നെ സ്വന്തമായിട്ടൊരു ബ്ലഡ് ബാങ്ക് ഉണ്ട്. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് വോളണ്ടിയർ ഡോണേഴ്സ്, സ്വന്തമായിട്ട് സ്വമേധയാ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നിട്ട് എന്താ പറയാ, മാസം മാസം അത് പോകുന്നു, ഡൊണേറ്റ് ചെയ്യുന്നു, കൊടുക്കുന്നു, പോരുന്നു. എല്ലാ മാസവും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് വോളണ്ടിയർ ഡോണേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ആരാ? സ്വന്തമായിട്ട്, ആരുടെയും ഫോഴ്സ്ഫുള്ളി അല്ല, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ തീരുമാനിച്ചിട്ട് ഡൊണേറ്റ് ചെയ്യുന്നതാണ്. അതും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കൂടി ചിന്തിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വെക്കണം. കൂടാതെ ഇത്തരം ഡിസാസ്റ്ററിൽ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ചിലപ്പോൾ തികയാതൊക്കെ വരുമല്ലോ. സോ നമുക്ക് എന്താ പറയാ, ഒരുപാട് കൂടുതൽ ഡോണേഴ്സിനെ ആവശ്യം വരും അത്തരം സാഹചര്യങ്ങളിൽ. സോ ഫോർ ദാറ്റ് ബ്ലഡ് കളക്ഷൻ, അവരുടെ ബ്ലഡ് കളക്ട് ചെയ്യാനും ആ പുതിയ ബ്ലഡ് ഡോണേഴ്സിനെ റിസീവ് ചെയ്യാനും ആ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരുടെ കൂടുതൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ സ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങളും അവർ നേരത്തെ ചിന്തിക്കണം. ഈ ബ്ലഡ് ഇങ്ങനെ കുറെ പേര് കൊടുക്കാൻ വരും. കാരണം ഡിസാസ്റ്ററിൽ പെട്ടെന്ന് ആളുകൾക്ക് ആ ബ്ലഡിന്റെ അഭാവം കൊണ്ട് അവർക്ക് മരണം സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഒത്തിരി ഡോണേഴ്സ് വരും. സോ ഇത് കളക്ട് ചെയ്യണം ആദ്യം തന്നെ, എന്നിട്ടല്ലേ ഇവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ക്രിട്ടിക്കൽ പേഷ്യൻസിന് ബ്ലഡ് നമുക്ക് എങ്ങനെയാ അവരിലേക്ക് കൊടുക്കാൻ പറ്റുക? ഇത് നമ്മൾ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, അതിന്റെ കളക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അറേഞ്ചബിൾ ആയിരിക്കും. ഇതെല്ലാം അറേഞ്ച് ചെയ്യണം. ഈ കൂടുതൽ ഡോണേഴ്സിനെ റിസീവ് ചെയ്യാനുള്ള കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. ഓൾ ദീസ് തിങ്സ് അന്നേരം പെട്ടെന്നെല്ലാം നോക്കുക. അപ്പൊ അതൊക്കെ നേരത്തെ കൂട്ടി ഇന്ന ആളുകൾക്ക് അസൈൻ ചെയ്ത് കൊടുത്തേക്കണം. ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്യുന്നത്, ആ ഡൊണേറ്റ് ചെയ്യാൻ വരുന്നവരെ റിസീവ് ചെയ്ത് അവരുടെ ബ്ലഡ് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാനുള്ള പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റുകളോ യൂണിറ്റുകളോ ഒക്കെ സ്പെഷ്യലി അങ്ങനെ ഡിസൈൻ ചെയ്യണം. ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കണമെന്നാണ്. വായിച്ചു നോക്കുക. സിമ്പിൾ അല്ലേ? അതൊക്കെ നമുക്ക് എന്താ പറയാ, അത്യാവശ്യം അറിയാം. എന്ന് വെച്ചാൽ അതൊക്കെ വേണമെന്ന് നമുക്ക് തന്നെ അറിയാം ഓൾറെഡി. അതുകൊണ്ടാണ് നമുക്ക്, അതായത് ഇതൊന്നും അറിഞ്ഞിരുന്നിട്ടല്ല, പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇതൊക്കെ വേണ്ടേ, ഇതില്ലെങ്കിൽ ബ്ലഡ് വാർന്നു പോയി മരണം സംഭവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അല്ലെ. ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോയിട്ട് മരണം സംഭവിക്കുന്ന ആളുകളുണ്ട്. സോ നമുക്ക് ബ്ലഡ് കൊടുത്ത് നമുക്ക് അവരെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റും. അപ്പൊ അതിനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റീസും അന്നേരം വേണം. ഓക്കെ, ക്ലിയർ അല്ലേ? അത്രയും യെസ്. നെക്സ്റ്റ് ഒരു ഫിസിക്കൽ പ്ലാൻ. ഫിസിക്കൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് പ്രധാനപ്പെട്ട ചില ഫിസിക്കൽ ആയിട്ടുള്ള ചില സാധനങ്ങൾ സ്ഥാപിക്കേണ്ടി വരും അല്ലെ. ഹോസ്പിറ്റൽസിനകത്ത് പെട്ടെന്നുണ്ടാകുന്ന ഡിസാസ്റ്ററിനെ നമുക്ക് ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഫിസിക്കൽ പ്ലാൻ കൂടി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതായത് സോഴ്സ് ഓഫ് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട്. സാധാരണ നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ പവർ സപ്ലൈ, ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ട്. ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് എക്യുപ്മെന്റുകൾ ഉള്ളതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റൽസിലും ഇലക്ട്രിസിറ്റി ഉണ്ട്, അതായത് കറണ്ട് ഉണ്ട്. പക്ഷേ ഇൻ ദ ആബ്സെൻസ് ഓഫ് പവർ സപ്ലൈ, അതായത് പവർ ഫെയിലിയർ ഒക്കെ ഉണ്ടായാൽ, പവർ സപ്ലൈ ഇല്ലാതായി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസ് there should be an alternative source of power supply. എന്തുണ്ടാവണം? ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ പകരം ഏതെങ്കിലും, അതായത് പവർ സപ്ലൈക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പകരം ഉപയോഗിക്കാവുന്ന എന്തെങ്കിലും സാധനം, ഉദാഹരണത്തിന് ജനറേറ്റർ പോലെയുള്ള കാര്യങ്ങൾ അല്ലെ, അതുണ്ടായിരിക്കണം. കാരണം ഒരുപാട് എക്യുപ്മെന്റ്സ് ആർ ഓപ്പറേറ്റഡ് ത്രൂ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് എക്യുപ്മെന്റുകൾ ഹോസ്പിറ്റൽസിലുണ്ട്. ആൻഡ് ഓൾസോ ദീസ് എക്യുപ്മെന്റ്സ് ഹാവ് ടു ബി എന്താ പറയാ ഓപ്പറേറ്റഡ് ഫോർ പ്രൊലോങ്ഡ് പീരീഡ്സ്. കുറച്ച് കൂടുതൽ നേരമൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. 5-8 മണിക്കൂറൊക്കെ നിർത്താതെ ഉപയോഗിക്കേണ്ട മെഷീനറീസ് ഒക്കെ ഉണ്ട്, എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട് ചില ആളുകൾക്കൊക്കെ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? നമുക്ക് പവർ സപ്ലൈ ഒരു എന്താ പറയാ തടസ്സം കൂടാതെ വേണം. ബ്രേക്കേജിലാണ് പവർ സപ്ലൈ ആവശ്യം വേണം അത്തരം മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് പവർ സപ്ലൈ ഡ്യൂ ടു ഇലക്ട്രിസിറ്റി ഫെയിലിയർ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് പവർ സപ്ലൈക്ക് നമ്മളൊരു സാധ്യത കണ്ടിരിക്കണം. ദാറ്റ് ഈസ് ജനറേറ്റേഴ്സ് അല്ലെ. ജനറേറ്റർ പോലെയുള്ള കാര്യങ്ങൾ വേണം. പിന്നെ സഫിഷ്യന്റ് വാട്ടർ, വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ. വാട്ടർ കൺസർവേഷൻ ഹാവ് ഓൾസോ ടു ബി ഗിവൺ എ തോട്ട്. അതും ചിന്തയിൽ വെക്കേണ്ട മറ്റൊരു കാര്യമാണ് വാട്ടർ സപ്ലൈ അല്ലെ. വെള്ളമൊക്കെ ആളുകൾക്ക് കൃത്യമായിട്ട് കുടിക്കാനായിക്കോട്ടെ മറ്റു കാര്യങ്ങൾക്കും ആയിക്കോട്ടെ വെള്ളം ഏറ്റവും അത്യാവശ്യം ഒരു സാധനമാണ് ഹോസ്പിറ്റൽസിൽ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഒരു സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ഇഫ് ദർ ഈസ് എനി ഡാമേജ്, ഇതിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കണ്ടാമിനേഷൻസ്
നമുക്കറിയാം ചിലപ്പോൾ ജലസ്രോതസ്സിലൊക്കെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും എന്താ പറയാ അണു എന്താ പറയാ പ്രസരണമൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ക്ലോറിനേറ്റ് ചെയ്യാതെയോ അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റഡ് ചെയ്യാതെയോ ഡീകണ്ടാമിനേറ്റ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാലോ എന്ന് വിചാരിച്ച് അതിനും ഒരു ഓൾട്ടർനേറ്റീവ് ഒരു കാര്യം നമ്മൾ എന്തായാലും ഉണ്ടാക്കിയിരിക്കണം. ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ അതിനും എന്താ പറയാ ആ ഒരു ഇവന്റിലും ഉണ്ടാക്കിയിരിക്കണം. വേറെ ഒരു സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ നമുക്ക് എന്താണുള്ളത്. അപ്പൊ നമ്മുടെ വീടുകളിൽ കിണറുള്ളവരും ഉണ്ട് അല്ലെ, എന്നാൽ നമ്മൾ എന്താ പറയാ പൈപ്പ് ലൈൻ എടുത്തവരും ഉണ്ട്. നമ്മൾ ഏതാണ് വെള്ളം നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇൻ കേസ് ആ ഒരു വെള്ളത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പൊ വാട്ടർ സപ്ലൈയിൽ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ വെള്ളമാണ് ഇല്ലാതെ ഉപയോഗിക്കുക. ഇൻ കേസ് അവിടെ ചിലപ്പോഴൊക്കെ ചില ദിവസമൊക്കെ കൺസ്ട്രക്ഷന്റെ പേരിലൊക്കെ വാട്ടർ ഓഫ് ചെയ്യും അല്ലെ, നമ്മൾ വെള്ളം കിട്ടില്ലല്ലോ, ഇൻഫോർമേഷൻ തന്നിട്ട് ഇന്ന ഭാഗത്തേക്ക് വെള്ളം ഉണ്ടാവില്ല കേട്ടോ, കൊടുക്കാറില്ലേ? നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ ഉണ്ടോ? ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതിന്റെ എവിടെയെങ്കിലൊക്കെ കുത്തിപ്പൊളിച്ച് അതിന്റെയൊക്കെ കേടുപാടുകളും മെയിൻ്റെനൻസ് വർക്ക് ഒക്കെ നടക്കുന്ന സമയത്ത് വാട്ടർ സപ്ലൈ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യും. സോ നമ്മളപ്പോ എന്ത് ചെയ്യും, അപ്പൊ നെക്സ്റ്റ് ഒരു സോഴ്സ് വെള്ളമില്ല, ഇനി എന്ത് ചെയ്യും, കുളിക്കണ്ട, നനയ്ക്കണ്ട, ഫുഡ് കഴിക്കണ്ട, അങ്ങനെയാണ് വിചാരിക്കുക. അല്ല, ഇവിടെ നെക്സ്റ്റ് സോഴ്സ് നമുക്ക് വലിയ കിണറുണ്ട്. സോ നമ്മൾ മോട്ടോർ ഓൺ ചെയ്ത് നമ്മുടെ കിണറിൽ വെള്ളം അടിച്ച് കയറ്റും അല്ലെ. അതല്ല എങ്കിൽ കിണറൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ബോട്ടീസ് ഓഫ് വാട്ടർ എന്തായാലും വാങ്ങിക്കേണ്ടി വരും അന്നത്തെ ഒരു ദിവസത്തെ കാര്യം നടക്കാൻ. തീർച്ചയായിട്ടും വാട്ടർ സ്റ്റോർ ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെ. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ അല്ലേ, അവിടെ കിടക്കുന്ന ഈ കണ്ട രോഗികൾക്ക് മുഴുവനും എല്ലാ റൂംസിലോ വാർഡ്സിലോ ഒക്കെ അവർക്കും പല രീതിയിലും വാട്ടർ ഉപയോഗിക്കേണ്ടവരാണ്. അപ്പൊ അവിടെ ആ ഒരു വാട്ടർ സപ്ലൈയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം നേരിട്ടാൽ, അല്ലെങ്കിൽ വാട്ടർ വരാതെ ആയാലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയത്തൊക്കെ വാട്ടർ ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഓഫ് ചെയ്തത് ആ ഒരു ദിവസം പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല, പിന്നെ നെക്സ്റ്റ് ഡേ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഓഫ് വാട്ടർ സപ്ലൈ എന്താണ് അതും ആലോചിച്ച് വെക്കണം, അത്തരം സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ. ഓക്കെ, ഇനി ഹോസ്പിറ്റൽസിന്റെ മറ്റൊരു കാര്യമാണ് ഡാമേജ് ടു ഹോസ്പിറ്റൽ മെഡിക്കൽ ലോണ്ടറി. ഹോസ്പിറ്റലിന്റെ മെക്കാനിക്കൽ ലോണ്ടറി, അതൊരു മെക്കാനിക്കൽ ലോണ്ടറി സിസ്റ്റം ഉണ്ടല്ലോ, തുണികളും ലിനൻസ് ഒക്കെ കഴുകാനും മറ്റു കാര്യങ്ങളൊക്കെ. അതിന് ഒരു അഡീഷണൽ ലോണ്ടറി സർവീസും ഷുഡ് ഹാവ് ബി മെയ്ഡ്. അത് ഇൻ കേസ് മെഷീൻസിന്റെ സഹായത്തോടെ അല്ലേ, അല്ലാണ്ട് ഇത് മുഴുവനും ആളുകൾ നിരത്തി നിർത്തിയിട്ട് അലക്കാണോ ചെയ്യുക? അല്ല, വാഷിംഗ് മെഷീൻസ് വലിയ വലിയ മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് ലോണ്ടറീസ് ഒക്കെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നത്, അവരുടെ ആ ഒരു സർവീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിനൻസ് പേഷ്യൻസിന്റെ ആയിക്കോട്ടെ മറ്റ് സ്റ്റാഫുകളുടെ നഴ്സസിന്റെ ഉടുപ്പുകളും മറ്റൊക്കെ വാഷ് ചെയ്ത് കൊണ്ടുവന്ന് അത് കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നത് ലോണ്ടറി സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതും എന്തെങ്കിലും തരത്തിൽ മെക്കാനിക്കലി ഓപ്പറേറ്റിംഗ് ഒരു കണ്ടീഷൻ വർക്കിംഗ് പ്രോഗ്രസിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു അഡീഷണൽ സപ്ലൈസ് ഉണ്ടായിരിക്കണം. മെയിൻ്റനൻസ് ഓഫ് മെറ്റീരിയൽസ്, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ എന്താ പറയാ മെയിൻ്റനൻസിന് പോയേക്കാണെങ്കിൽ അതിനും ഒരു എക്സ്റ്റെൻഡഡ് പെട്ടെന്ന് അത് സർവീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. ഇന്ന സ്ഥലത്ത് വെള്ളമില്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നുള്ളടത്ത് അവര് ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറേഞ്ച്മെന്റുകളൊക്കെ നടത്തിയേക്കും. ബിക്കോസ് ഈ പറയുന്ന പേഷ്യൻസ് കൂടുതൽ കേഷ്വാലിറ്റിയിൽ വരുമ്പോൾ അതിനെല്ലാം ഉൾക്കൊള്ളാനായിട്ട് ഈ പറയുന്ന ഹോസ്പിറ്റൽസിനകത്തുള്ള സിസ്റ്റംസ് മാത്രം പോരാ, എൻലാർജ്ഡ് വേണം അല്ലെ, കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത രീതിയിലുള്ള സർവീസസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഏത് രീതിയിലുള്ള ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്, ഇത് പെട്ടെന്ന് വല്ല തീർത്തോ മറ്റോ ഉണ്ടായെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിൽ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ് ഉണ്ടായിരിക്കണം. റെഗുലർ ആയിട്ട് ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ട് അത് ഓൾറെഡി. അതുപോലെ തന്നെ മറ്റേതെങ്കിലും എന്താ പറയാ സോഴ്സുകളിൽ നിന്ന് നമ്മളുടെ ഫയറിംഗ് സിസ്റ്റം മാത്രം പോരായിട്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഫയർ ഫോഴ്സിനെ മറ്റു കാര്യങ്ങളൊക്കെ വിളിക്കാനുള്ള അറേഞ്ച്മെന്റുകളും അതിനും കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് അത് ചെക്ക് ചെയ്യും വേണം. ഫയർ ഫൈറ്റിംഗ് എക്സ്റ്റിംഗ്വിഷർ ഒക്കെ അവിടെ ഉണ്ട്. അതായത് തീപിടുത്തം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഹോസ്പിറ്റൽസിൽ കാണുമ്പോൾ ചെല്ലുമ്പോൾ കണ്ടല്ലോ ഒരു കുഞ്ഞ് സിലിണ്ടർ പോലത്തെ ഒരു സ്ഥലത്ത് ഫയർ ഫൈറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡും വെച്ചിട്ടുണ്ടാവില്ല അല്ലെ, നമുക്ക് അതുകൊണ്ട് പ്രവേശനമില്ല. അപ്പൊ അതെന്തിനാ, ഹോസ്പിറ്റൽസിലൊക്കെ പെട്ടെന്ന് ഇതുപോലുള്ള വയറൊക്കെ ഷോർട്ട് ആയിട്ടൊക്കെ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അത് എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ എടുക്കാനുള്ള ഒരു മാധ്യമമാണ് ആ വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ അത് സഫീഷ്യന്റ് അല്ല എങ്കിൽ പുറത്തുനിന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ അതിനുള്ള അറേഞ്ച്മെന്റുകളും ഡിസാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുന്നത്. ഇതൊക്കെ ഫിസിക്കലായിട്ടുള്ള പ്ലാന്റേഷൻസ് ആണ്. എന്ന് വെച്ചാൽ എല്ലാം കൃത്യമായിട്ട് എന്താ പറയാ സ്ഥാപിക്കേണ്ടതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഓരോന്നോരോ പറഞ്ഞത്. പവർ സപ്ലൈക്ക് ഒരു എക്സ്ട്രാ അഡീഷണൽ ഒരു പവർ സപ്ലൈ, അതായത് നമ്മുടെ ജനറേറ്റർ പോലെയുള്ളത്. വാട്ടർ സോഴ്സസിന് അല്ലെ, വാട്ടർ സപ്ലൈക്ക് വേണ്ടി മറ്റൊരു
സോഴ്സ്, അതിനും വേറൊരു സോഴ്സ്. പിന്നെ മെക്കാനിക്കൽ, ലോണ്ടറി മെക്കാനിക്കലിനൊക്കെ അതിനും മറ്റൊരു സോഴ്സ്. അതുപോലെ തന്നെ ഫയർ ഫൈറ്റിങ്ങിനും മറ്റൊരു സോഴ്സ്. ഇതൊക്കെ ഫിസിക്കൽ പ്ലാന്റുകളാണ്. ഈ ഫിസിക്കൽ പ്ലാന്റുകൾ ഓൾറെഡി ഹോസ്പിറ്റൽസിൽ ഉണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പക്ഷെ ഒരു നെക്സ്റ്റ് ചാൻസ് വേറെ ഒന്ന് വന്നു കഴിഞ്ഞാൽ, അധികമുള്ള ആളുകളെ ഉൾപ്പെടുത്തുമ്പോൾ മറ്റൊരു സോഴ്സും കൂടി നമ്മള് കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാണ്. അല്ലെ, നമ്മുടെ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്യാം. ഇപ്പൊ ഏതെങ്കിലും ഒരു സോഴ്സ് ഇല്ലെങ്കിൽ മറ്റൊരു സോഴ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അത് നമ്മൾ എപ്പോഴും നമ്മളുടെ കയ്യിലാണത്, നമ്മൾ മാനേജബിൾ ആണ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്ന ഓരോരോ പാരഗ്രാഫ് ആയിട്ട്. ഓക്കെ, ആൻഡ് ഓൾസോ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത്, വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്ന അതിനെയൊക്കെ എന്താ പറയാ, അതൊക്കെ എന്താ പറയാ, അതിനെയൊക്കെ ഡിസ്പോസ് ചെയ്യാനും അതിനെയൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് മറ്റൊരു സാധനമാണ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. അല്ലെ, ഇൻസിനറേറ്റർ എന്ന് പറയുന്നത് എന്താ, വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ അതൊക്കെ കരിയിച്ച് കളയുന്ന ഒരു മെഷീനാണ്. തീർച്ചയായിട്ടും അത് ഇറ്റ്സ് എ നെസസിറ്റി ആണ്. ഹോസ്പിറ്റൽസിൽ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ ഇന്നിപ്പോ ചില ആളുകളൊക്കെ വെക്കുന്നുണ്ടാകും. ഇപ്പൊ ഇൻസിനറേറ്റർ അത് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റിനെയൊക്കെ നമുക്ക് ഡിസ്പോസ് ചെയ്യാനും കത്തിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പൊ അത് പ്രോപ്പർ ഫംഗ്ഷനിൽ അല്ലെങ്കിലോ നോൺ ഓപ്പറേഷണൽ ആണ് എന്തെങ്കിലും തരത്തിലുള്ള റീസൺസ് ഉണ്ട്. ഡ്യൂ ടു എനി റീസൺ ആണ് കേട്ടോ, അത് സീസൺ എന്നാണ് അത് ഡ്യൂ ടു എനി റീസൺ എന്നാക്കോ, REASON, സീസൺ എന്നാണ് അവിടെ സ്പെല് ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ, നിങ്ങളുടെ നോട്ടിൽ അങ്ങനെയാണെന്ന് നോക്കിയിട്ട് അല്ലെ. ഡ്യൂ ടു എനി റീസൺ, ഏതെങ്കിലും കാരണവശാൽ ഇൻസിനറേറ്റർ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിലല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഇൻസിനറേറ്ററിനെ വളരെയധികം അത്യാവശ്യമായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ നമുക്ക് മാനേജ് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ എടുക്കേണ്ട ഒരു ടെമ്പററി മെഷേഴ്സ് ആണ്. ഈ പറയുന്ന എല്ലാ ഫിസിക്കൽ എക്യുപ്മെന്റുകളും നമ്മൾ എടുക്കേണ്ടത് ഒരു ടെമ്പററി മെഷർമെന്റ് ആണ്. ടെമ്പററി മീൻസ് എന്താ, താൽക്കാലികമാണ് എന്ന് വെച്ചാൽ ഡിസാസ്റ്റർ ഇറ്റ്സ് നോട്ട് എ ലോങ് പീരീഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അല്ലെ, ഒരു ചുരുങ്ങിയ കാലഘട്ടത്തേക്ക് വേണ്ടി മാത്രമാണ്, ചിലപ്പോൾ കുറച്ച് സമയത്തേക്കായിരിക്കും. പക്ഷെ അത് മാനേജ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജബിൾ ആയിരിക്കണം. ഹോസ്പിറ്റൽസ് അതിന് റെഡി ആയിരിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ സഫീഷ്യന്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ്, പലതരത്തിലുള്ള കീടങ്ങളൊക്കെ പെരുകാനായിട്ട് സാധ്യതയുണ്ട് ഒരുപാട് പേഷ്യൻസ് ഒരുമിച്ച് വരുമ്പോൾ. ആൻഡ് ഓൾസോ അത് ഹോസ്പിറ്റൽസിന്റെ ഹൈജീനിക്കിനെ ബാധിക്കും. അല്ലെ, ഹൈജീനിക് ആയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽസും മറ്റുമൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണ്ടി വരും. അതൊക്കെ നമുക്ക് റിസർവ്ഡ് ആയിരിക്കണം. നമ്മൾ റിസർവ്ഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ, അത് സൂക്ഷിച്ചിരിക്കണം, റിസർവിലായിരിക്കണം. ഓക്കെ, യെസ്. അപ്പൊ ഓൾ ദീസ് തിങ്സ് ഇതെല്ലാം തന്നെ നമ്മുടെ ഫിസിക്കൽ പ്ലാന്റിനകത്ത് വരുന്നതാണ്. എന്താ ഫിസിക്കൽ പ്ലാന്റിൽ വരുന്നതൊക്കെ, പവർ സപ്ലൈ, ജനറേറ്റർ, അതിന് ഉദാഹരണം കേട്ടോ. വാട്ടർ സപ്ലൈ, അതായത് നെക്സ്റ്റ് സോഴ്സ് ഓഫ് വാട്ടർ എവിടെ കിട്ടും, അത് നമ്മൾ നേരത്തെ കൂടി അറേഞ്ച് ചെയ്ത് വെക്കണം. മെക്കാനിക്കൽ ലോണ്ടറി ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ്. ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സോഴ്സ്. പിന്നെ ഇൻസിനറേറ്റർ, ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫിസിക്കൽ പ്ലാന്റിനകത്ത് വരുത്തേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണ് ഇവിടെ വരെ? യെസ്. അപ്പൊ ഇവിടെ വരെ വായിച്ചൊക്കെ നോക്കിയിട്ടൊക്കെ വരിക സിമ്പിളാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, ഇനി 2-3 പേജ് കൂടെ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിന്റെ. കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റത്തെ മൊഡ്യൂളിലെ ചാപ്റ്റർ ആയിട്ട് എടുക്കാം. അല്ലേ, ചാപ്റ്റർ ആയതുകൊണ്ട് അടുത്ത ചാപ്റ്റർ നമ്മൾ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ നാളെ എടുക്കും. ഇതിന്റെ ബാക്കി എടുത്തിട്ട് സമയമുണ്ടെങ്കിൽ നാളെ അവറില്ലേ, വെനസ്ഡേ ആണല്ലേ, മറന്നുപോയാ? Okay. Yes, so see you tomorrow.